എൻ്റെ ഒരു ശിഷ്യൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയാക്കിയ ഇപ്പോൾ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അവൻ എന്നോട് പറഞ്ഞത് മലബാർ പ്രദേശത്ത് നിന്ന് ആലപ്പുഴയിൽ MBBSന് പഠിക്കാനായി വന്ന ഇസ്ലാമിക പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വിദ്യാർത്ഥി, തഹജ്ജുദ് നമസ്കാരം ഒഴിവാക്കാത്ത വിദ്യാർത്ഥി, 1-2 കൊല്ലങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ അവന് ലഹരിയില്ലാത്ത അവസ്ഥയിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. സമാനമായ സംഭവങ്ങൾ കൊല്ലം ജില്ലയിലെ വിഖ്യാതമായിട്ടുള്ള പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് കോളേജായിട്ടുള്ള TKMലേക്ക് എഞ്ചിനീയറിങ്ങിന് വേണ്ടി വന്ന കുട്ടികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് റബ്ബന ഹബ് മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള അനുബന്ധ പ്രവർത്തനങ്ങളും അതിനു വേണ്ടുന്ന പശ്ചാത്തലവും നാം ഒരുക്കുന്നുണ്ടോ എന്ന വിഷയം മുജാഹിദ് കുടുംബങ്ങളെ ചിന്തിപ്പിക്കേണ്ടത്. ഈ ആയത്തിൽ 2 കാര്യങ്ങളാണല്ലോ പ്രതിപാദിക്കുന്നത്. ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും ഖുർറത്ത് അയ്യുൻ വേണം, കൺകുളിർമ ലഭിക്കണം. ഇത് നമ്മളുടെ ആശയാണ്, പ്രതീക്ഷയാണ്, പ്രാർത്ഥനയാണ്. അനുബന്ധമായി അള്ളാഹുവിനോട് നാം പറയുന്നത് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നാണ്. മുത്തഖീങ്ങളുടെ വിശ്വാസി സമൂഹത്തിൻ്റെ സംഘത്തിന് ഇമാമത്ത് നിർവഹിക്കാൻ, അഥവാ അവരിൽ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന വ്യക്തിയാക്കി എന്നെ മാറ്റണം എന്നതാണ്. കുടുംബത്തിൽ ഖുർറത്ത് അയ്യുൻ തേടുന്നതിനോടൊപ്പം തന്നെ ഇബാദുർ റഹ്മാൻ ചോദിക്കുന്നത് ജമാഅത്തിൻ്റെ ഇമാമത്തിനെയാകുന്നു. പലപ്പോഴും പ്രൊഫഷണൽ മേഖലകളിലേക്ക് കടന്നു പോകുന്ന, ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കടന്നു പോകുന്ന മക്കളെ നമ്മുടെ ആദർശ വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്ന മാതാപിതാക്കൾ അവസാനം മൂക്കത്ത് വിരൽ വെക്കേണ്ടി വരും, കൈ കടിക്കേണ്ടി വരും. പരലോകത്ത് വെച്ചല്ല, ഇവിടെ വെച്ചു തന്നെ. ആയതിനാൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന ഉദാഹരണങ്ങളൊക്കെ വായിച്ചു പോകാനുള്ളതല്ല, ആവർത്തിച്ച് വായിച്ച് ചിന്തിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദ. അല്ലാഹു പറയുന്നത്, ഒരു നല്ല പ്രദേശമാണെങ്കിൽ, പരിസരം ഫലഭൂയിഷ്ടമാണെങ്കിൽ അവിടെ ചെടികൾ തഴച്ചു വളരും. എന്നാൽ അതിന് വളരാൻ പറ്റിയ സാഹചര്യമല്ല ചുറ്റുവട്ടത്തുള്ളതെങ്കിൽ അവിടെ വളരെ ശുഷ്കമായിട്ട് ചെടികൾ വളരുകയുള്ളൂ, ഫലം ലഭിക്കുകയുള്ളൂ. അല്ലാഹു ഉദാഹരണങ്ങൾ വിവിധ രൂപത്തിൽ പറഞ്ഞു തരുന്നത് ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കി തിരിച്ചറിവ് നേടുവാനും മാറ്റത്തിനും പരിവർത്തനത്തിനും നമ്മൾ വിധേയരാകുവാനുമാണ്. കുടുംബത്തെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് സൂറത്തുർ റൂമിൽ
അഥവാ ഒരു കുടുംബത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് വിവാഹത്തോടെയാണല്ലോ. അവിടെ പരാമർശിക്കപ്പെടുന്ന ഒരു പ്രധാന സംഗതി വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹു തആല നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചതും നിങ്ങൾക്ക് കുടുംബ ജീവിതം പ്രദാനം ചെയ്തതും പരസ്പരം സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ വേണ്ടിയാണ്. പരസ്പരം പങ്കുവെക്കുന്നതിലൂടെ, പരസ്പര വിശ്വാസത്തിലൂടെ, ആദർശപരമായിട്ടുള്ള പൊരുത്തത്തിലൂടെ, ഒരുമയിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. അതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും സുപരിചിതമായിട്ടുള്ള വിവാഹത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്ന പ്രവാചകന്റെ ഹദീസിലെ ഒരു അവസാന ഭാഗമുണ്ടല്ലോ, ഫൽഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. എന്താണ് അതിൻ്റെ അർത്ഥം? നീ ധർമ്മബോധമുള്ളവളെ തിരഞ്ഞെടുത്തുകൊണ്ട് വിജയം വരിക്കണം. തരിബത്ത് യദാക്, നിന്റെ 2 കൈകൾക്ക് മണ്ണ് പുരളുകയാണെങ്കിലും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റഹ്മഹുല്ലാ ശറഹുൽ മുസ്ലിമിൽ പറയുന്നതായി കാണാം, വഫീ ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ ഉണ്ട് അൽ ഹസ്സു അലാ മുസാഹബത്തി അഹ്ലിദ്ദീൻ ഫീ കുല്ലി ഷൈ. എല്ലാ സംഗതികളിലും മതബോധമുള്ള ആളുകളുമായി, ആദർശബോധമുള്ള ആളുകളുമായി നാം ഒത്തുചേരുക എന്നുള്ളതിനുള്ള പ്രോത്സാഹനമുണ്ട്. ലിഅന്ന സാഹിബഹും യസ്തഫീദു മിൻ അഖ്ലാഖിഹിം വഹുസ്നി തറായിഖിഹിം. എന്തുകൊണ്ടാണ് നാം അത്തരത്തിൽ ആദർശ പൊരുത്തമുള്ളവരുമായി ഒത്തുചേരുമ്പോൾ, അത്തരത്തിലുള്ള സംഘടനാ ബന്ധം ശക്തിപ്പെടുത്തുമ്പോൾ, ജമാഅത്തുമായി ഒത്തുചേരുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവം നന്നാകുന്നു, അവന്റെ മാർഗം നന്നാകുന്നു. വയഅ്മനുൽ മഫ്സദ മിൻ ജിഹതിഹിം. അക്കൂട്ടരുമായി ചേർന്ന് നിൽക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഉണ്ടാകുമെന്ന് പേടിക്കേണ്ടതില്ല. ലിബറലിസത്തിന്റെ അരങ്ങേറ്റം ക്യാമ്പസുകളിൽ ശക്തമാണ്. നാസ്തികത ഇപ്പോൾ ക്യാമ്പസുകളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാമൂഹിക സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഞാനും നിങ്ങളും മാത്രം തൗഹീദി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയും നമ്മുടെ മക്കളെയും നമ്മളുടെ പെൺകുട്ടികളെയും നമ്മളുടെ ഇണകളെയും ശ്രദ്ധിക്കാതെ പോവുകയാണ് എങ്കിൽ അതിൻ്റെ ദുരന്തം 10 കൊല്ലത്തിനുള്ളിൽ ഈ സമുദായം അനുഭവിക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകൾ അങ്ങോട്ട് വിരൽ ചൂണ്ടുന്നുണ്ട്. അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൽലുർ അഹദുക്കും മൻ യുഖാലിൽ. ഒരു വ്യക്തി, അവന്റെ സുഹൃത്ത്, അവൻ ബന്ധപ്പെടുന്നത് ആരാണോ അവന്റെ ആദർശത്തിലായിരിക്കും, അവന്റെ നടപടിക്രമങ്ങളിലായിരിക്കും. ആയതിനാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചങ്ങാത്തവും സഹവാസവും കൂട്ടുകെട്ടും ബന്ധവും ആരുമായിട്ടാണ് എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാനും നിങ്ങളും ഈ ആദർശ പ്രസ്ഥാനവുമായി അടുത്തു നിൽക്കുമ്പോൾ നിർവൃതി അനുഭവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, കുടുംബ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഈ ലോകവും പരലോകവും ലഭ്യമാകും. മറിച്ച് നാം വിചാരിക്കുന്നുണ്ടോ എൻ്റെയും നിങ്ങളുടെയും ഭൗതികമായിട്ടുള്ള ഈ ജീവിതം അത് ദഅവത്തുമായി, ദഅവ പ്രവർത്തനങ്ങളുമായി നാം സഹകരിച്ചു പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുമെന്ന്? എൻ്റെയും നിങ്ങളുടെയും ഏറ്റവും സുപ്രധാനമായ ചിന്തയും കാര്യവും ആദർശമായി മാറേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിൻ്റെ സഹായം ഉറപ്പാണ്. അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ എന്നത് പ്രാർത്ഥനയിൽ മാത്രം ഒതുക്കുവാനുള്ള സംഗതിയല്ല. എൻ്റെ ഏറ്റവും വലിയ വിചാരവും എൻ്റെ ചിന്തയും ദുനിയാവാക്കരുതേ എന്ന നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിൽ അന്വർത്ഥമായി തീരേണ്ടതുണ്ട്.
ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി നാം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിർവൃതിയും അനുഭവിക്കുന്നതിന് സഹായകമായി തീരുമെന്നുള്ള ചിന്തയാണ് എന്നിലും നിങ്ങളിലും ഉണ്ടാകേണ്ടത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ മക്കയിൽ ഒഴിവാക്കി പോകുമ്പോൾ, അത് മനുഷ്യരില്ലാത്ത, വെള്ളമില്ലാത്ത, ജനവാസമില്ലാത്ത ആ കരിമ്പാറക്കെട്ടുകൾക്കിടയിൽ ഒഴിവാക്കി അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് ആദർശ പ്രബോധനത്തിന് വേണ്ടിയിട്ട് ഫിലിസ്തീനിലേക്ക് പോകുമ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ചിട്ടാണോ അങ്ങ് പോകുന്നത്? അതേ എന്ന് പറയുമ്പോ അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല എന്ന് മാത്രമല്ല, യാ ഇബ്രാഹിം ആരിലേക്കാണ് ഞങ്ങളെ ഒഴിവാക്കി പോകുന്നത്? അള്ളാഹുവിനെ ഏൽപ്പിച്ചാ പോകുന്നത്. റളീതുബില്ല, അള്ളാഹുവിൽ ഞാൻ തൃപ്തനായിരിക്കുന്നു. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മളുടെ കുടുംബങ്ങൾ ഒത്തുചേരേണ്ടത് ഈ അന്യാദൃശ്യമായിട്ടുള്ള, അമരമായിട്ടുള്ള ആദർശത്തിന്റെ പേരിലാകണം. എന്റെയും നിങ്ങളുടെയും മക്കളെ, നമ്മളുടെ ഇണകളെ നാം ഈ ആദർശത്തോട് ചേർത്ത് നിർത്തുന്നതിൽ ശ്രദ്ധ കാണിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കുടുംബം താറുമാറായി പോകും, തകർന്നു പോകും, പ്രാർത്ഥനകൾ വൃഥാവിലായി തീരും. അതുകൊണ്ട് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് പരിസരമൊരുക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീടകങ്ങൾ ഖുർആനിക ചർച്ചകളാൽ സജീവമാകണം. ആദർശ വിഷയങ്ങളാൽ, സംഘടനാ വിഷയങ്ങളാൽ സജീവമാകണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവിടെയുണ്ടാകും. വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, ഈ ആദർശം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ വക വിഷയങ്ങളെ കുറിച്ചുള്ള ബോധ്യം മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. കുഞ്ഞു മോനെ, വളരെ നിസ്സാരമായ സംഗതി, ഒരു കടുകുമണിയോളം അത്ര നിസ്സാരമായ സംഗതി. അങ്ങനെയാണെങ്കിൽ പോലും അതേതെങ്കിലും കരിമ്പാറക്കെട്ടുകളിലോ ആകാശഭൂമികളിൽ ഏതെങ്കിലും കോണുകളിലോ ആകട്ടെ, അല്ലാഹു അത് ഹാജരാക്കും എന്ന ഒരു ബോധ്യം കൗമാരത്തിൽ നമ്മളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നമുക്ക് റോൾ മോഡലുകളായി മാറുവാൻ കഴിഞ്ഞാൽ, തീർച്ചയായും ആ ആദർശപരമായിട്ടുള്ള ശിക്ഷണത്തിൽ വളർന്നു വരുന്ന മക്കൾ എനിക്കും നിങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും സമ്പത്താകും. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുർറത അയ്യുൻ, കൺകുളിർമയാകണമേ എന്ന ആ പ്രാർത്ഥന അന്വർത്ഥമാക്കുവാൻ സാധിക്കും. പലപ്പോഴും സംഘടനാ രംഗത്ത് സജീവമായിട്ടുള്ള ആളുകൾ നമ്മുടെ വീടകങ്ങളിലേക്ക് വന്നിട്ട്, സംഘടനയുടെ KNMന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളുടെ വീടകങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങളുടെ മക്കളെ IGMുമായി സഹകരിപ്പിക്കണമെന്ന് പറയുമ്പോ, MSMുമായി സഹകരിപ്പിക്കണമെന്ന് പറയുമ്പോ, ISMുമായി സഹകരിപ്പിക്കണമെന്ന് പറയുമ്പോ ഒത്തിരി പഠിക്കാനുണ്ട്. അവന്റെ ട്യൂഷനുകൾ മുടങ്ങിപ്പോവുകയാണ്, പഠനങ്ങൾ തടസ്സപ്പെട്ടു പോവുകയാണ് എന്ന് പറഞ്ഞ് ഭൗതികതയിൽ ഊന്നി മാത്രം മുന്നോട്ട് പോകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കുക, നമ്മളുടെ മക്കൾ ഒരുപക്ഷെ വെള്ളത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാകാം. അള്ളാഹു കാക്കട്ടെ. അതാണ് ഇന്നത്തെ ക്യാമ്പസിന്റെ അവസ്ഥ. ഈ ഒരു ജാഗ്രത, ഈ ഒരു ശ്രദ്ധ എന്നിലും നിങ്ങളിലും ഉണ്ടാകണം. അത് അനിവാര്യമായി തീർന്നിരിക്കുന്ന സാഹചര്യമാണിത്. പ്രത്യേകിച്ച് ക്യാമ്പസുകൾ നാസ്തികതയുടെ, നമുക്കറിയാമല്ലോ, ലിബറലിസത്തിന്റെ വല്ലാത്ത അഴിഞ്ഞാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ ആദർശബോധത്തിന് മാത്രമേ സാധിക്കൂ, ഈമാനിന് മാത്രമേ സാധിക്കൂ. ലമൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. സ്വർഗ്ഗത്തിൽ
ഒരു ചാട്ടവാറ് വെക്കാനുള്ള ഇടം ലഭിക്കുകയാണെങ്കിൽ ഈ ഭൂമി മുഴുവൻ, ഇതിലുള്ളത് സർവ്വതും നമ്മളുടെ കൈക്കുമ്പിളിൽ ഒതുങ്ങുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും ഉത്തമമാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ, പരലോക ചിന്തയോടെ, തഖ്വയോടെ, അല്ലാഹുവിൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണമുണ്ടാകും എന്ന ചിന്തയോടെ മുന്നോട്ട് പോയാൽ, ഞാനും നിങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ഈ ആദർശം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനും നമ്മുടെ ജീവിതത്തിലൂടെ അത് പ്രായോഗികമാക്കിക്കൊണ്ട് ഈ ലോകത്തും പരലോകത്തും സംതൃപ്തിയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കുവാനും സാധിക്കും.